ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ദ ലിവിങ് വേൾഡിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ സെക്കൻഡ് പോർഷനാണ്. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വിൽ ഗോ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഇസ് ഗ്രൂപ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. നമ്മൾ ഏതൊരു സംഭവത്തിനും ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന നേരം ഒക്കെ രണ്ട് കാലുണ്ട്, രണ്ട് കൈയുണ്ട്, നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ഒരു ശരീരം, നമ്മുടെ ശരീരത്തിൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെയാണ്. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. നമ്മൾ അനാട്ടമി, ജോഗ്രഫി എല്ലാ സാധനവും നോക്കിയിട്ടല്ല, അനാട്ടമി മുതൽ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള സംഭവങ്ങളോ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സംഭവത്തിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. എന്ത് സംഭവത്തിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ കൺവീനിയൻ്റ് ആയിട്ട് രീതിയിൽ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് വെക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ യൂസിങ് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. കുറച്ച് വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സയന്റിഫിക് നെയിം ഓഫ് ദിസ് കാറ്റഗറി, ഓരോ കാറ്റഗറിയും നമ്മൾ എന്ത് ചെയ്യും? ടാക്സോണമി. ഓരോ കാറ്റഗറി എന്നാൽ പലതരം എന്താ പറയുക, ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ പല രീതികളിലായിരിക്കും. എന്നാൽ നമ്മൾ ഒരു സംഭവം കണ്ടു, ഒരു പട്ടി അല്ലെങ്കിൽ പൂച്ച അല്ലെങ്കിൽ കുരങ്ങ്, അപ്പോൾ അതൊക്കെ എന്തായിരിക്കും? അതിൻ്റെയൊക്കെ ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് പറയും? ഈ ഒരു സംഭവം ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ടാക്സ എന്ന് പറയും. ഓക്കെ, ടാക്സ സയന്റിഫിക്കൽ ആയിട്ടുള്ള ടേമിന്റെ പേരെന്താണ്? ടാക്സ. ഓക്കെ, ഓരോ കാറ്റഗറി, ഇതിൻ്റെ ഓരോ കാറ്റഗറീസിന് നമ്മൾ എന്തൊരു ടാക്സ എന്ന് പറയും. ഇറ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് കാറ്റഗറീസ് അറ്റ് ഡിഫറെന്റ് ലെവൽ. ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ അതിന് ഓരോ ലെവലും അല്ലാണ്ട് ഡിഫറെന്റ് ലെവലിലുള്ള നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പല തരത്തിലുള്ള എല്ലാ ജീവികളെയും നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാം. എല്ലാ ജീവികളെയും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അത് കാരണം എന്നാൽ എന്തിന്റെ ബേസിലാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, എന്താ പറയാ, ഒബ്സർവ് ചെയ്യുന്നത്. ആ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ആ ഗ്രൂപ്പ് നമ്മൾ എന്താ പറയുക, കാറ്റഗറീസ് എന്ന് പറയും. ഇപ്പോൾ സയന്റിഫിക് ടൈമിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ എന്ന് പറയും. അപ്പോൾ ടാക്സ എന്ന് പറയുന്ന നേരം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സാണ്. സോഴ്സ് ഓഫ് ഫോം ഓഫ് ടാക്സ. പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റ് ആണ്. വീറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് വീറ്റ്. പക്ഷെ വീറ്റും എന്താണ്? ഒരു ടാക്സാണ്. ഇപ്പോൾ വീറ്റ് അല്ലാതെ റൈസ് എന്ന് പറയുന്നത് റൈസ് ഒരു ടാക്സാണ്. ഇപ്പോൾ ബ്രിഞ്ചാൾ ഒരു ടാക്സാണ്. അല്ലെങ്കിൽ ടൊമാറ്റോ എന്ന് പറയുന്നത് ടൊമാറ്റോ ഒരു ടാക്സാണ്. അതുപോലത്തെ പ്ലാന്റ്സ് ഒരു ടാക്സാണ്. അപ്പോൾ പ്ലാന്റ്സ് എന്നാൽ ഡിഫറെന്റ് ലെവലിലുള്ള കാറ്റഗറീസിനെ നമുക്ക് ഇതിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിൽ വീറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ വീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഒരു ടാക്സാണ്. അപ്പോൾ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാക്സാണ്. അപ്പോൾ ഒരേ ടാക്സ എന്ന ഒരേ കാറ്റഗറി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഈ ടാക്സ എന്ന് പറയുന്നത് ഡിഫറെന്റ് ലെവലിലുള്ള ആൾക്കാരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്. ആ ടാക്സിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ, പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത് സംഭവമാണ് വീറ്റ് ആണെങ്കിൽ, റൈസ് ആണെങ്കിൽ അപ്പോൾ ഡിഫറെന്റ് ലെവലുകളിൽ നമ്മൾ ടാക്സ എന്ന് പറയുന്ന സംഭവം ഡിഫറെന്റ് ലെവലിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയും. എല്ലാ ലെവലിലും നമ്മൾ ഇൻഡിക്കേഷൻ നടത്താൻ കഴിയും. ഇപ്പോൾ ആനിമൽസിന്റെ അകത്ത് വരുന്നതാണ് ഡോഗ് എന്ന് പറയുന്ന ഒരു ആനിമലാണ്. മാമൽ എന്ന് പറയുന്നതും ഒരു എന്താ പറയാ, ഒരു ആനിമലാണ്. ഇപ്പൊ മാമൽസും ആനിമലാണ്, ഡോഗ്സും ആനിമൽസാണ്. ആനിമൽ എന്ന് പറയുന്നതും ഒരു ടാക്സയാണ്, ഡോഗ് എന്ന് പറയുന്നതും ടാക്സയാണ്, മാമൽ എന്ന് പറയുന്നതും ടാക്സയാണ്. അപ്പോൾ ടാക്സ അറ്റ് ഡിഫറെന്റ് ലെവൽ, ഓരോ സംഭവത്തിന്റെ പല ലെവലുകളിലായിട്ട് നമുക്ക് ടാക്സ അല്ലെങ്കിൽ കാറ്റഗറീസ് അല്ലെങ്കിൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിന്റെ എന്താ പറയാ
നമ്മളൊരു ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ നമ്മൾ കണ്ടിട്ട് അതിന്റെ ഓരോ ടാക്സുകളായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ആയിട്ട് മാറ്റാൻ കഴിയും. ആ കാറ്റഗറി ഡിഫറെന്റ് ലെവലുകളിലുണ്ടാവും. ഓക്കെ, ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾ ഓർഗാനിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടാക്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടേഴ്സിന്റെ പലതരം ക്യാരക്ടേഴ്സിന്റെ ഈ ക്യാരക്ടേഴ്സിന്റെ ബേസിൽ നമുക്ക് എല്ലാ ഓർഗാനിസത്തിനെയും ഡിഫറെന്റ് ടാക്സ് ആക്കാം. ലോകത്തുള്ള എല്ലാ ഓർഗാനിസവും ഓരോ ടാക്സ് ആണ്. ഒന്ന് നമ്മൾ ഒരു ബാക്ടീരിയ എന്ന് പറയുന്ന ടാക്സ് ആണ്. ബാക്ടീരിയന്റെ അകത്ത് സൂഡോമോണസ് ഒരു ടാക്സ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഒരു ടാക്സ് ആണ്, മീറ്റ് ഒരു ടാക്സ് ആണ്, ആനിമൽസ്, മാമൽസ്, അതുപോലെ തന്നെ ബേർഡ്സ്, ഏവിയൻസ്, എല്ലാ സാധനവും നമ്മൾ എന്താ പറയാ ടാക്സ് ആണ്. അപ്പോൾ എല്ലാ ഓർഗാനിസവും എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഇൻ ടു ഡിഫറെന്റ് ടാക്സ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയാ ടാക്സോണമി. ഓക്കെ, ഇപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സാണ്. ടാക്സോണമി എന്താണ്? ഒരു പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ആ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ഓരോ ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഓരോ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഓരോ സംഭവങ്ങളും നമ്മൾ ഓരോ ടാക്സ് ആയിട്ട് തിരിക്കുന്നു. ഓക്കെ, ഓരോ ഓർഗാനിസത്തിനും നമ്മൾ ഓരോ ടാക്സ് ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ എല്ലാ ഓർഗാനിസത്തിനെയും സകല ചരാചരങ്ങളെയും നമുക്ക് ഓരോ ടാക്സ് ആക്കി തിരിച്ചിട്ട് ആ ടാക്സ് ആയി തിരിക്കുക, ആ കാറ്റഗറി നമ്മൾ തിരിക്കുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എന്താ പറയാ ടാക്സോണമി എന്ന് പറയും. ഓക്കെ, ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ടാക്സ് എന്താണ്, അത് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താണോ ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ കുറച്ച് കാറ്റഗറീസ് ഉണ്ടാക്കുന്നു. ആ കാറ്റഗറീസിനെ നമ്മൾ ടാക്സ എന്ന് പറയാം. ആ ടാക്സ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി തന്നെ പല ഡിഫറെന്റ് ലെവലുകളിലാവാം. എന്നാലും പ്ലാന്റ്സിന്റെ അകത്ത് തന്നെ നമ്മൾ വീറ്റ് ആൻഡ് റൈസ് ഒക്കെ പറഞ്ഞു, അതൊക്കെ ഓരോ ടാക്സയാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഒരു ടാക്സയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ മനസ്സിലായി, ഇത് എന്താ പറയുക ടാക്സ അല്ലെങ്കിൽ ഈ ടാക്സോണമി എന്ന് പറഞ്ഞ സംഭവം എന്നാൽ ഇതിനെ കുറിച്ചുള്ള പഠന ശാഖയാണ് ടാക്സോണമി. ടാക്സോണമി എന്നാൽ ക്ലാസിഫിക്കേഷന്റെ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോസസ്സാണ് ടാക്സോണമി. അതിലെന്താണ് എല്ലാ ഓർഗാനിസത്തിനും സകല ചരാചരങ്ങളെയും നമ്മൾ ഓരോ ഡിഫറെന്റ് ടാക്സ് ആയിട്ട് തിരിച്ചിട്ട് അതിനെക്കുറിച്ച് അതിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് എന്താണ്, ടാക്സോണമി എന്താണ്, ഓക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പഠിച്ച ടാക്സോണമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താണോ അത് വെച്ചായിരുന്നു ടാക്സോണമി പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ്. ഇപ്പൊ മോഡേൺ ടാക്സോണമി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഈ ടാക്സോണമി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓരോ സംഭവത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പുതിയ സ്പീഷീസുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ആ സ്പീഷീസിനെ പല പല കാറ്റഗറീസിലാക്കി മാറ്റി വെച്ചിട്ട് അതിന്റെ നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന മോഡേൺ ആയിട്ടുള്ള ടാക്സോണമിക് സ്റ്റഡീസിന്റെ ബേസിസ് എന്തൊക്കെയാണ്, എന്തിന്റെ ബേസിലാണ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് നടക്കുന്നത്? ഒന്നാമത് തന്നെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സെൽ. ഓക്കെ, ഒരു സെല്ലിന്റെ ബേസിലാണ് ഈ സെല്ലിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ, ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇപ്പൊ സെല്ലിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഒരു സെല്ലിന്റെ സെൽ വാൾ ആവാം. ഓക്കെ, സെല്ലിന്റെ സെൽ വാള് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും, സെൽ വാളിന്റെ കമ്പോണൻസ് എന്തായിരിക്കും, ഓരോ ഓർഗാനിസത്തിനും എന്താണ് സെൽ വാളിന്റെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഫംഗസിൽ നമ്മൾ കൈറ്റിൻ എന്ന് പറഞ്ഞൊരു കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ഫംഗസിൽ തന്നെ നമ്മൾ കൈറ്റിൻ എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫംഗസിൽ സെല്ലുലോസ് ഉള്ള ഫംഗസ് ഉണ്ട്, സെല്ലുലോസിക് ആയിട്ടുള്ള സെല്ലുകളുള്ള ഫംഗസുകളുണ്ട്. ഓക്കെ, സെല്ലുലോസ് പ്ലസ് ഹൈഡ്രോക്സി പ്രോലൈൻ എന്ന് പറഞ്ഞ കമ്പോണൻസുകളാണ് ഊമൈസെറ്റസ് ഫംഗസിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ നമുക്ക് പല ടൈപ്പുള്ള ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, ആർക്കെ ബാക്ടീരിയ ഉണ്ട്. ആർക്കെ ബാക്ടീരിയയിൽ സാധാരണ ഒരു ബാക്ടീരിയനെ കുറിച്ച് പറയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സ്യൂഡോമോണാസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അതിന്റെ സെൽ വാളിന്റെ സ്ട്രക്ചർ ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയന്റെ സെൽ വാളായിട്ട് വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ സെല്ലിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇപ്പൊ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
സെല്ലിന്റെ അകത്തുള്ള ഇന്റേണൽ കോമ്പോണൻസുകളാവാം. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈക്രോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയാ വാക്യൂൾസുകളുടെ സൈസ്, ഷേപ്പ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഈ സെല്ല് എന്ന് പറഞ്ഞ സംഭവമാണ് കോശം. ഈ കോശം എന്ന് പറഞ്ഞ സംഭവമാണ് എല്ലാത്തിന്റെയും ബേസ് നമ്മൾ പറയുന്നത്. എല്ലാത്തിന്റെ ബേസ് നമ്മൾ പറയുന്നത് കോശമാണെന്ന് പറയുന്നത് അല്ലെ. കോശമാണ് എല്ലാ ജീവനുണ്ട് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ലിവിങ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നത് സെല്ലാണ്. ആ സെല്ലിന്റെ ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രോസസ് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ ഗ്രോത്തിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ഒരു 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 ഫിക്സഡ് ടൈം പീരീഡിൽ അത് എന്തൊക്കെയാണ് അതിന് മാറ്റം വരുന്നത്. അതുപോലെ തന്നെ എക്കോളജിക്കൽ ഇൻഫോർമേഷൻസ്. എക്കോളജിക്കൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്നാൽ ഈ ഭൂമിയിൽ എവിടെയൊക്കെയാണ് ഈ ജീവികൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ ജീവികൾ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഹാബിറ്റാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഹാബിറ്റാറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എക്കോളജിക്കൽ ഇൻഫോർമേഷൻസിൽ ഈ സംഭവങ്ങളെല്ലാം വരും. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ടാക്സോണമി സ്റ്റഡീസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നോർമൽ ടാക്സോണമി സ്റ്റഡീസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നോർമൽ ആയിട്ടുള്ള ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ണോട് കാണുന്നു, നമ്മൾ ഓക്കെ ഈ ഒരു സംഭവമാണ് ഒബ്സർവ് ചെയ്യുന്നു, അതിനെ ഓരോ ക്ലാസിഫൈ ചെയ്യുന്നു. ആ പ്രശ്നത്തിൽ അതിന്റെ സംഭവത്തിലുള്ള കുറെ പോരായ്മകളുണ്ട് അതിന്. അതുകൊണ്ടാണ് മോഡേൺ ടാക്സോണമി സ്റ്റഡീസ് നമ്മൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, സെല്ലിന്റെ അകത്തുള്ള അല്ലെങ്കിൽ സെല്ലിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും, സെല്ലിന്റെ അകത്തുള്ള കമ്പോണൻസും കാര്യങ്ങളും, ഓക്കെ, അതുപോലെ തന്നെ ആ സെല്ലിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രോസസ്, ആ സെല്ലിന്റെ ഇപ്പോൾ റീപ്രൊഡക്ഷൻ ആവാം, അതെങ്ങനെയാണ് എന്താ സൊമാറ്റിക് സെൽ റീപ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റീവ് സെൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയില്ലേ എന്താ പറയാ ഗാമേറ്റ്സ് ഉണ്ടാവുന്ന സെൽസിന്റെ എന്താ പറയാ ഡെവലപ്മെന്റ് ആവാം. അത് രണ്ടും ഡിഫറെന്റ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ, അതുപോലെ തന്നെ എക്കോളജിക്കൽ ഇൻഫർമേഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആവാം, അതിന്റെ ഹാബിറ്റാറ്റ് ആവാം. ഇതൊക്കെ മോഡേൺ ടാക്സോണമി സ്റ്റഡീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ആദ്യം ക്യാരക്ടറൈസേഷൻ, ഓക്കെ, ഐഡന്റിഫിക്കേഷൻ. ആദ്യം ക്യാരക്ടറൈസ് ചെയ്യുന്നു. അല്ല, ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ എല്ലാ ജീവികളെയും ക്യാരക്ടറാക്കും, പല പല ക്യാരക്ടറാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഈ ഇന്ന കാര്യങ്ങളാണത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ ചെയ്യും. അതുപോലെ തന്നെ നോമൻക്ലേച്ചർ, അതിന് പേര് വിടും. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റിൽ വരുന്ന ഒരു സംഭവം. ഓക്കെ, ഈ ക്യാരക്ടറൈസേഷനും ഐഡന്റിഫിക്കേഷൻ നോമൻക്ലേച്ചർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുരാതനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, പുരാതന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, പണ്ടുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബേസ്ഡ് ഓൺ യൂസ് ഓഫ് വേരിയസ് ഓർഗാനിസം. മനുഷ്യനെന്നും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ എന്താണ്, അതിനെ നമ്മൾ ഫുഡ് എന്ന് വിളിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉടുക്കുന്നത് പണ്ടൊക്കെ ആൾക്കാർ ഇലയൊക്കെ വെച്ച് മറിച്ചായിരുന്നു അല്ലെ. പണ്ടത്തെ ഹോമോ ഇറക്ടസും അല്ലെങ്കിൽ ഹോമോ ഹാബിലിസും ഒരു തുണി പോലും ഇല്ലായിരുന്നു. അപ്പോ പിന്നെ അവര് തുണി എടുക്കാൻ തുടങ്ങി. തുണി എന്നാൽ ഈ ഇലകളൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഇലകളൊക്കെ എന്തായി, പിന്നീട് ആ ഇലകളുടെ ആ ഒരു ഡിസൈനൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പരിണാമപരമായിട്ട് അങ്ങനെ മാറിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന മോഡേൺ ആയിട്ടുള്ള ഈ ബാഗി പാൻസും കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഷെൽട്ടറാണ്. പിന്നെ പറയുന്നത് എന്താണ്, ഷെൽട്ടർ നമ്മൾ ജീവിക്കുന്ന സ്ഥലം. പണ്ടത്തെ ആൾക്കാർ മരത്തിന് മുകളിലായിരുന്നു, ഇപ്പൊ ഇന്നത്തെ ആൾക്കാരോ വീടിന്റെ അകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ പണ്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈസിലി ഒബ്സർവബിൾ, പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന നമ്മളെ യൂസ് ആൻഡ് ഡിസ്യൂസ് ആണ്. ഓക്കെ, നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഉപയോഗിക്കാത്തൊരു സാധനത്തിനെ എന്നാൽ അതിനെ പോയി ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ലായിരുന്നു പണ്ട്. ഇപ്പോ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, സകല ചരാചരങ്ങളെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാക്ടീരിയ, ഓരോ ബാക്ടീരിയനെ കുറിച്ചും ആ ബാക്ടീരിയകളിൽ തന്നെ പല സ്ട്രെയിനുകളുണ്ട്. അപ്പോൾ ഓരോ സ്ട്രെയിനിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് സിസ്റ്റമാണ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സിസ്റ്റമയിൽ നിന്നാണ് നമ്മൾ എന്താ പറയുന്നത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അതെന്താണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. സിസ്റ്റമാറ്റിക്സ് ആയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലി വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ അതിന്റെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ ആവാം, അതുപോലെ തന്നെ നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ, അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് വരെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു ഓർഗാനിസത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിന് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. ഈ സാധാരണ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാറ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. ഓക്കെ, നമ്മൾ ഈ സിസ്റ്റമാറ്റിക്സിൽ നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓക്കെ, സിസ്റ്റമാറ്റിക്സിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ട്. സാധാരണ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോർമൽ ക്ലാസിഫിക്കേഷൻ. പക്ഷെ സിസ്റ്റമാറ്റിക്സിൽ നമ്മൾ എന്തുണ്ട്? എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സിസ്റ്റമാറ്റിക്സിലാണ് എന്ത്? എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. സിസ്റ്റമാറ്റിക്സ് എന്താണ്? ലാറ്റിൻ വേർഡാണ്. അപ്പോൾ സിസ്റ്റമാ നാച്ചുറേ ഈ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ സാധാരണ നോമൻക്ലേച്ചർ, ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം സിസ്റ്റമാറ്റിക്സ് എന്നുള്ള സംഭവമൊക്കെ തന്ന ആരാണെന്ന് വെച്ചാൽ കാൾ ലിനിയസ് ആണ്. ഓക്കെ, കാൾ ലിനിയസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി അതൊന്ന് റിവൈസ് ചെയ്യാം. മോഡേൺ ടാക്സോണമി സ്റ്റഡീസിൽ എന്തൊക്കെയാണ് വേണ്ടത്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ, സെല്ലിന്റെ എക്സ്റ്റേണൽ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റൽ പ്രോസസ്സ് നോക്കുന്നു, അതിന്റെ എക്കോളജിക്കൽ ഇൻഫർമേഷൻ നോക്കുന്നു. അതിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? ക്യാരക്ടറൈസേഷൻ കിട്ടുന്നു, ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു, ലാസ്റ്റ് നമ്മൾ നോമൻക്ലേച്ചറോട് കഴിഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇത് പുതിയ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, പഴയ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നാൽ നമുക്ക് യൂസ് ആൻഡ് ഡിഷ്യൂസ് ആണ്, നമുക്ക് എങ്ങനെയാണോ ഉപകാരം വരുന്ന ഓരോ ഓർഗാനിസം അതിനനുസരിച്ചായിരുന്നു പഴയ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, അങ്ങനെ എടുക്കും. അപ്പോൾ പിന്നെ വരുന്നത് സിസ്റ്റമാറ്റിക്സ് ആണ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് എന്ത് വേർഡാന്ന് വെച്ചാൽ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേർഡാണ്? ലാറ്റിൻ വേർഡാണ്. ഓക്കെ, ഇത് ഗ്രീക്ക് വേർഡല്ല, ലാറ്റിൻ വേർഡ്. സിസ്റ്റമാറ്റിക്സ് ഒരു ലാറ്റിൻ വേർഡാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക്സ് എന്താണ്? ഒരു ലാറ്റിൻ വേർഡാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്സിന്റെ ലാറ്റിൻ ലിനേസ്. ഓക്കെ, ലാറ്റിൻ ലിനേസ് ഇതൊക്കെ വളരെ കണക്റ്റഡ് ആണ്. ഇതിന്റെ സിസ്റ്റമാറ്റിക്സിന്റെ ലാറ്റിൻ പേര് എന്താണ്? സിസ്റ്റമ എന്നാണ്. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ ഒരു ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്യുക. ഒരു ഓർഗാനിസം വളരെ സിസ്റ്റമാറ്റിക് അറേഞ്ച് ചെയ്യുക. ഈ സിസ്റ്റമാറ്റിക്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ നോമൻക്ലേച്ചർ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിൽ ഐഡന്റിഫൈ ചെയ്യുന്നു, നോമൻക്ലേച്ചർ ഉണ്ടു, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ആൻഡ് ഓൾസോ ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് പറയുന്നു? എവല്യൂഷണറി റിലേഷൻഷിപ്പ്, പരിണാമപരമായിട്ടുള്ള അതിന്റെ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ലിനേസിന്റെ ഒരു ബുക്കിന്റെ പേരാണ് സിസ്റ്റമ നാച്ചുറേ. ആരാണ് എഴുതി വെച്ചാൽ ലിനേസ് ആണ്. ലിനേസ് ആണ്. സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ നമ്മൾ പറയും സിസ്റ്റമാറ്റിക്സിന്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയാരാണ്? ലിനേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, നമ്മളിത് ഇവിടെ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഇൻവോൾവ്സ് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളൊരു സംഭവത്തിനും ക്ലാസിഫൈ ചെയ്യാൻ കഴിയില്ല. അതിനെന്തുണ്ട്? അതിൻ്റെതായ സ്റ്റെപ്പുകളുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഓരോ പടിപടിയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഇൻവോൾവ്സ് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്. പല സ്റ്റെപ്പുകളും നമ്മൾ കയറിയാണ് നമ്മൾ അവസാനം ഒരു സംഭവത്തിനെ മുഴുവനായിട്ട്, ഒരു ഓർഗാനിസത്തിനെ മുഴുവനായിട്ട് ക്ലാസിഫൈ ചെയ്യണം. കുറേ കാറ്റഗറികളുള്ള കുറേ സ്റ്റെപ്പ് അല്ലെങ്കിൽ കുറേ പടികൾ, ആ പടികളെയാണ് ആ സ്റ്റെപ്പിനാണ് നമ്മൾ അറിയാം എന്താണ്? റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയും. ഓരോ സ്റ്റെപ്പുകളും നമ്മൾ എന്താ പറയുക? അതിനെ റാങ്ക് അല്ലെങ്കിൽ അതിനെ കാറ്റഗറി എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓരോ ടാക്സോണമിക് അറേഞ്ച്. ഈ ടാക്സോണമിക് അറേഞ്ച്മെന്റിന്റെ ഒരു ഓവറോൾ പോർഷൻസിന്റെ ഓരോ കാറ്റഗറിയും, അതിനാൽ ഓരോ റാങ്കും അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയും എന്താണ്? ഓരോ സ്റ്റെപ്പാണ്. ഇൻവോൾവ്സ് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, അങ്ങനെയല്ല. നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ നടക്കുന്നേരം അതിന്റെ ബേസിക് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പ് കയറി, ഇത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് 2ാം സ്റ്റെപ്പ് 3ാം സ്റ്റെപ്പ്, അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്താ പറയാ? റാങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ കാറ്റഗറി എന്ന് പറയും. റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി.
ഓരോ റാങ്ക് കഴിഞ്ഞു. ഫസ്റ്റ് ഒന്നാമത്തെ റാങ്ക് കഴിഞ്ഞു, രണ്ടാമത്തത് റാങ്ക്, മൂന്നാമത്തത് ഒരു റാങ്ക്, നാലാമത്തത് ഒരു റാങ്ക്. അങ്ങനെ കുറേ റാങ്കുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ മുഴുവനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിന് നമ്മൾ എന്താ പറയുക, കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഈ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ റാങ്കും നമ്മുടെ ടാക്സോണമിക് അറേഞ്ച്മെന്റിന്റെ ഒരു പോർഷനാണ്. ഓക്കെ, ടാക്സോണമിക് അറേഞ്ച്മെന്റ്, ടാക്സോണമി വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന്റെ ഓരോ പോർഷനാണ് എന്ത്, ഓരോ സ്റ്റെപ്പാണ് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത്. ഓരോ സ്റ്റെപ്പിനെ അല്ലെങ്കിൽ ആണ് നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയാം. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ, ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പോൾ ഇത് ഓരോ കാറ്റഗറീസിന് അല്ലെങ്കിൽ നമ്മൾ ഓരോ റാങ്കിനെയും നമ്മൾ എന്ത് പറയും, ടാക്സോണമി കാറ്റഗറിയാണ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിഫിക്കേഷൻ അല്ലെ. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയും. ഓക്കെ, ടാക്സോണമിക് ആയിട്ട് ക്ലാസിഫൈ, ഓരോ ടാക്സായിട്ട് അതിന്റെ അറേഞ്ച്മെന്റും അതിന്റെ ക്ലാസിഫിക്കേഷനും. അപ്പോൾ അതെല്ലാം ഇത് ഓരോ റാങ്ക് ഓരോ കാറ്റഗറി എന്താണ്, ടാക്സോണമിക് കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഈ എല്ലാ ടാക്സോണമിക് കാറ്റഗറിയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, ടാക്സോണമിക് ഹൈറാർക്കി. ഓക്കെ, ഹൈറാർക്കി, ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നേരം അതിനാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കോണിപ്പടി പോലെ, ഏറ്റവും താഴത്തുള്ള സ്റ്റെപ്പ്, അത് കഴിഞ്ഞ് വേറെ സ്റ്റെപ്പ്, ഇങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ നേരം എന്താണ്, ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അതിലെല്ലാ സംഭവം അടങ്ങിയിരിക്കും. അതിനാണ് നമ്മൾ കിങ്ഡം എന്ന് പറയുന്നത്. എന്താണ് കിങ്ഡം എന്ന് പറയുന്നത് അതിനാണ്. അതിലെല്ലാ സംഭവം അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ടാക്സോണമിക് ഗ്രൂപ്പും അല്ലെങ്കിൽ ഓരോ ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറീസ്, അതിൽ തന്നെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുക, അതിനെയാണ് നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അതെല്ലാം എന്താണ്, ഡിസ്റ്റിങ്ക്ട് ബയോളജിക്കൽ എൻറ്റൈറ്റീസ് ആണ്. ഓരോന്നും ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റൈറ്റീസ് ആണ്. കാരണം എന്താണ്, അതിന് ഓരോന്നിനും ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതിന്റെ ഈ ഓരോ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരു ആനിമൽ ആണ്, അതിന്റെ എന്താ പറയാ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയും. ആ കാറ്റഗറി കഴിഞ്ഞ് മുകളിലേക്ക് ഓരോ കാറ്റഗറി ഇങ്ങനെ കയറി പോകുന്നേരം നമ്മളതിനെ പറയാൻ എന്താ പറയാ, ടാക്സോണമിക് ഹൈറാർക്കി. അത് മുഴുവനായിട്ട് പറയാൻ സംഭവമാണ് ടാക്സോണമിക് ഹൈറാർക്കി. പക്ഷെ അതിൽ ഓരോ ടാക്സോണമിക് ഹൈറാർക്കിയിലുള്ള ഓരോ റാങ്കും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓരോ ടാക്സോണമിക് കാറ്റഗറി, ഇതെല്ലാം ഒന്നാണ്. ഇതെല്ലാം എന്താണ്, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റിറ്റി. ഓക്കെ, അതിലെല്ലാവരും എന്തായിരിക്കും, ഡിസ്റ്റിങ്ക്ട് ആയിരിക്കും, എന്നാൽ യുണീക്ക് ആയിട്ടായിരിക്കും. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ സ്പീഷീസ് ആണ്. നമ്മുടെ സ്പീഷീസ് ആണ് ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ആരാണ്, നമ്മുടെ സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്താണ് ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി. ഏറ്റവും താഴെ സ്പീഷീസ് എന്നാണ് നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ ടാക്സോണമിക് ഹൈറാർക്കി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കണം സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്. ഇപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യൻ ഒരു സ്പീഷീസ് ആണ്. ഇപ്പൊ ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ എന്തുണ്ട്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ നിങ്ങൾ എന്താണ്, ഇപ്പോൾ ജനറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ സിമിലർ ആണ്. കുറച്ചൊരു പോർഷൻസ് എന്തുണ്ട്, കുറച്ചൊരു പോർഷൻ നമുക്ക് റീകോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊരു പോർഷൻസിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് മ്യൂട്ടേഷൻ കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ എന്താണ് ക്രോസ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെയും ഞാനും ആണെങ്കിൽ നിങ്ങളാണെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ നമുക്ക് സിമിലർ ആണ്. ഫണ്ടമെന്റൽ സിമിലാരിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, ഫണ്ടമെന്റലി നമ്മളെല്ലാവരും സിമിലർ ആണ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പൂച്ചയും അതുപോലെ തന്നെ എന്താ പറയാ, ഒരു പൂച്ച എന്ന് പറയുന്നത് ഒരു 100 പൂച്ച, ആ പൂച്ചകളെല്ലാം എന്താണ്, ഫണ്ടമെന്റലി സിമിലർ ആണ്. ഏകദേശമൊക്കെ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അപ്പൊ അവരെന്താണ്, എല്ലാവരും സ്പീഷീസ് ആണ്. ഒരു പൂച്ചനെ പട്ടീനെ എടുത്തു വെച്ചു, 100 പൂച്ച 100 പട്ടി.
അപ്പോൾ ആ പൂച്ചയും പട്ടിയും തമ്മിൽ എന്തുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ പറയാ, ഈ പൂച്ച ഒരു സ്പീഷീസ് ആണ്, പട്ടി എന്ന് പറയുന്നത് വേറൊരു സ്പീഷീസ് ആണ്. അല്ലാതെ പൂച്ചയും പട്ടിയും കൂട്ടി വെച്ചിട്ട് അത് രണ്ടും ഒരു സ്പീഷീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ആണ്. ഓക്കെ, അപാര എന്താ പറയാ കോംപ്ലക്സ് സിമിലാരിറ്റീസ് ആയിട്ടല്ല, ഫണ്ടമെന്റലി നമ്മൾ സെയിം ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവരാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓരോ ജീനസ്, ഒരു ജീനസിൽ എത്ര സ്പീഷീസ് വരെ വരാം, അതിന് ഒരു കണക്കില്ല. ശരിക്കും അതിനൊരു കണക്കില്ല. കാരണം ഒരു ജീനസിൽ ചിലപ്പോൾ ഒരു സ്പീഷീസ് വരാം, ഒരു ജീനസിൽ 2 സ്പീഷീസ് വരാം, ഒരു ജീനസിൽ തന്നെ 3 സ്പീഷീസ് വരാം. ഇപ്പൊ എക്സാമ്പിൾ പറയണം, നമ്മൾ സിംഹവും കാടില്ല. ഇപ്പൊ പാന്തറ ലിയോ, പാന്തറ ടൈഗ്രിസ്, പാന്തറ ടൈഗ്രിസ്, പാന്തറ ലിയോ. പാന്തറ എന്ന് പറയുന്നത് ജീനസ് ആണ്. ഇത് രണ്ടിന്റെയും, ഈ സിംഹത്തിന്റെയും അതുപോലെ തന്നെ കടുവേന്റെയും ജീനസ് എന്താണ്, സെയിം ആണ്. ജീനസ് സെയിം ആണ്. അതുപോലെ തന്നെ മെലോഞ്ചിന, സൊളാനം മെലോഞ്ചിന എന്ന് പറഞ്ഞാൽ, മെലോഞ്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ എഗ് പ്ലാന്റ് എന്ന് പറയും, ബ്രിഞ്ചാൾ, നമ്മുടെ വഴുതനങ്ങയാണ് സൊളാനം മെലോഞ്ചിന. അതുപോലെ തന്നെ സൊളാനം ട്യൂബറോസ് എന്താണ്, പൊട്ടറ്റോ ആണ്. അതുപോലെ സൊളാനം നൈഗ്രം, സൊളാനം നൈഗ്രം എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ഷെയ്ഡ് ചെറി എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ചെറി എന്താ പറയുക, ചെറി പോലുള്ള ചെറിയ ചെറിയ ഉരുണ്ട കറുത്ത ഒരു ഫ്രൂട്ടാണത്. ഓക്കെ, അപ്പൊ ഈ 3 സംഭവങ്ങളും നമ്മൾ എന്താ പറഞ്ഞു തരുന്നത് എന്നാൽ, ഒരു ജീനസിന് ഒന്നിലധികമോ സ്പീഷീസുകളെ അക്വയർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ എന്താ പാന്തറ എന്ന് പറയുന്നതിൽ പാന്തറ ലിയോ എന്ന് പറയുന്നത് സിംഹമാണ്, പാന്തറ ടൈഗ്രിസ് എന്ന് പറയുന്നത് കടുവയാണ്. ഇത് രണ്ടും എന്താണ്, രണ്ടിന്റെയും ഒരു ജീനസ് ആണ്, സ്പീഷീസ് ഒന്നും അല്ല. സ്പീഷീസ് രണ്ടും ഡിഫറെന്റ് ആണ്. കടുവ ഒരു 10 കടുവ എടുത്തു കഴിഞ്ഞാൽ ആ കടുവ തമ്മിൽ എന്താണ്, സിമിലർ ആണ്. അപ്പൊ അതെന്താണ്, ആ കടുവ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പീഷീസ് ആണ്. ഒരു കടുവേനും പുലിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് അതിനെ വേർതിരിച്ച് മാറ്റാൻ കഴിയും. അപ്പൊ അതിന് എന്താ പറയില്ല, ആ 2 സംഭവത്തിന് നമ്മൾ ഒരു സ്പീഷീസ് ആയിട്ട് കണക്കാക്കില്ല, അത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സ്പീഷീസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ സ്പീഷീസും കാര്യങ്ങളും പഠിച്ചു, എന്താണ് സ്പീഷീസ് എന്ന് പഠിച്ചു, എന്താണ് ടാക്സോണമി കാറ്റഗറീസ് എന്ന് പഠിച്ചു, എന്താണ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ ഈ ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതിനെ ഓരോ സ്റ്റെപ്പിനെയും പറയുന്ന പേരെന്താണ്, കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയും. ആ കാറ്റഗറി റാങ്ക് എല്ലാം കൂടി അറേഞ്ച് ചെയ്യുന്നേരം നമ്മൾ അതിനെന്ത് പറയും, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയും. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റിറ്റി ആണ്. അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഷീസ് ആണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് വെച്ചാൽ കിങ്ഡം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ജീനസ് തന്നെ, ഒരു ജീനസിൽ ഒരു സ്പീഷീസ് പാടൂ ഇല്ല, ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. വൺ ജീനസ് കണ്ടെയ്ൻ ഓൺലി വൺ സ്പീഷീസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് മേ കണ്ടെയ്ൻ, ലൈക്ക് അത് ഒന്നാവാം, അല്ലെങ്കിൽ ഇറ്റ് മേ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ സ്പീഷീസ്. മൾട്ടിപ്പിൾ സ്പീഷീസും ഒരു ജീനസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്പീഷീസും കാണാൻ ചാൻസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ഓരോ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്, ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ജീനസ് എന്ന് പറഞ്ഞത്, നമ്മൾ സ്പീഷീസിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്, അടുത്ത പഠിക്കുന്നത് ജീനസ് ആണ്. ഈ ജീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രിഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ഇപ്പൊ നമുക്ക് ഈ ജീനസിൽ എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, എന്നാൽ ഈ സ്പീഷീസ് തന്നെ, ഈ സ്പീഷീസിൽ ഇപ്പോൾ പൂച്ച എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിംഹം എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്. ആ സ്പീഷീസിൽ ഒരു 2 സിംഹത്തിന് നമ്മൾ എടുത്തു, ഒരേ സ്പീഷീസിലെ 2 സിംഹത്തിന് എടുത്തു അപ്പൊ നമ്മൾ പറയും ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്, വളരെ കൂടുതലാണ് അല്ലെ. ഇതിന്റെ ക്യാരക്ടർ, ഇതിന് കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റീസ്, ഇത് രണ്ടിന്റെയും സിമിലാരിറ്റീസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു സ്പീഷീസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു സ്പീഷീസ് ആണ് കടുവ എന്ന് പറയുന്നത്. 2 കടുവേനെ എടുത്ത് വെച്ച് നോക്കുന്ന നേരം ഒരു സ്പീഷീസിലുള്ള 2 കടുവ പിന്നെ ഒരേ സ്പീഷീസ് ആണ്. അപ്പോൾ 2 കടുവയും തമ്മിൽ എന്തില്ല, വലിയ മാറ്റമൊന്നുമില്ല, രണ്ടും ഏകദേശം സിമിലർ ആണ്, വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, ജനറ്റിക്കൽ ലെവലിൽ വരെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ 2 സ്പീഷീസുകൾ കടുവയും പുലിയും വെച്ച് നോക്കുന്നവർ അതിന്റെ സിമിലാരിറ്റീസ് എന്താണ്, ഇപ്പോൾ കടുവയും തമ്മിലുള്ള സിമിലാരിറ്റീസും ഇതിനെക്കാട്ടിലും കുറവായിരിക്കും ഒരു കടുവയും സിംഹവും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഓക്കെ, അതാണ് ഇതിന്റെ ബേസിക്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരുന്നേരം സ്പീഷീസിന് ജീനസിലേക്ക് വന്നു.
ജീനസ് നമ്മൾ എന്ത് പോകും, അങ്ങോട്ട് പോകും, ഫാമിലിയിലേക്ക്. അങ്ങനെ വരുന്നത് നമുക്ക് അതിൻ്റെ സിമിലാരിറ്റീസ്, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിമിലാരിറ്റീസ് എന്തായിരിക്കും, അതിൻ്റെ എന്താ പറയുക, സിമിലാരിറ്റീസ് കുറഞ്ഞാണ് മുകളിലേക്ക് പോവുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ജീനസ് എന്ന് പറയുന്നതാണ് കുറേ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ജീനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ആർ മോർ ക്യാരക്ടർ ഇൻ കോമൺ. ഓക്കെ, അതിലായിട്ട് എന്താ പറയുക, ഇപ്പോൾ കടുവയും ഒരു സിംഹവും തമ്മിൽ എന്തുണ്ട്, കോമൺ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. രണ്ട് സ്പീഷീസാണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസാണ്, പക്ഷെ അതിന് കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു ജീനസിലേക്ക് ഇട്ടത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഒരു ജീനസിലേക്ക് നമ്മൾ കമ്പൈൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അതിന് കോമൺ ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും ഇൻ കമ്പാരിസൺ ടു സ്പീഷീസ് ഓഫ് അതർ ജനറ. മറ്റുള്ള ജനറയിലുള്ള, ഇപ്പോൾ നമ്മൾ പറയുന്നു, നമുക്ക് പറയാം ഫെലിസ്, നമ്മൾ പറയുന്ന ഒരു കാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മളെന്താ പറയുക, ജീനസ് എന്ന് ഫെലിസ് എന്ന് പറയാം. ഓക്കെ, ഫെലിസ് ആണ് കാറ്റിൻ്റെ ജീനസ്. ആ ജീനസിലുള്ള എന്താ പറയുക, കുറച്ച് പൂച്ചേനെ എടുത്തു. ആ പൂച്ച ഈ സിംഹവും കടുവയും തമ്മിലുള്ള സിമിലാരിറ്റീസിനെക്കാട്ടിലും എന്തായിരിക്കും, അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് വളരെ കുറവായിരിക്കും. ഓക്കെ, കോമൺ ക്യാരക്ടേഴ്സ് നോക്കുന്നത് ഈ കടുവയും സിംഹമാണ്, രണ്ട് സ്പീഷീസിലുള്ള കുറേ എന്താ പറയുക കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് അതിനെ ഒരു ജീനസിൽ വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ഹാസ് മോർ ക്യാരക്ടർ ഇൻ കോമൺ ഇൻ കമ്പാരിസൺ ടു സ്പീഷീസ് ഓഫ് അതർ ജനറ. മറ്റുള്ള ജനറയിലുള്ള സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യുന്നേരം ഇതിലുള്ള രണ്ട് സ്പീഷീസിന് എന്താണ്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ സിമിലാരിറ്റീസ് കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ജീനസിലിട്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈച്ച് കാറ്റഗറീസ് ഓർ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ ഓരോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിൽ നമ്മൾ എന്ത് പറയും, ടാക്സോൺ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ടാക്സോണും ടാക്സിയും രണ്ടാണ്. ഒരിക്കലല്ല. ഈ ടാക്സോൺ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓരോ ഇൻഡിവിജ്വൽ സംഭവത്തിന് നമ്മൾ പറയുന്നത് ടാക്സോൺ ആണ്. ഓക്കെ, ടാക്സോൺ എന്ന് പറയുന്നത് ഒന്നുമില്ല, സിംഗുലർ ആയിട്ടുള്ള ഒരു വേർഡാണ്. അതുകൊണ്ട് തന്നെ ടാക്സ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ ആയിട്ടുള്ള വേർഡാണ്. വേറൊരു മാറ്റം അത് തമ്മിലില്ല. ഓക്കെ, അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ജീനസുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള ജനറകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. കുറേ ജനറകൾ കൂടി ചേർന്നിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറ ആയിരിക്കും. അല്ലാതെ ജീനസിന്റെ അല്ലെങ്കിൽ ജനറ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ജനറൽ എടുത്തു, ഒരു ആനിമലിന്റെ ജനറൽ എടുത്തു, അത് രണ്ടും ഒരു ഫാമിലി ആയെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ എന്താണ്, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൂച്ചയും അതുപോലെ തന്നെ കടുവയൊക്കെ ഒരു ഫാമിലി, ഒരു കുടുംബത്തിലുള്ള എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫെലിഡേ എന്ന് പറയുന്ന കുടുംബത്തിലുള്ളതാണ് നമ്മൾ പാന്തറ എന്ന് പറയുന്ന ജീനസും ഫെലിസ് എന്ന് പറയുന്ന ജീനസ്. ഫെലിസ് ജീനസ് എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ജീനസ് ആണ്. പാന്തറ എന്ന് പറയുന്നത് കടുവയും സിംഹത്തിന് ഒക്കെ ജീനസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ സൊളനേസിയ എന്ന് പറഞ്ഞാൽ ഫാമിലി. സൊളനേസിയ ഫാമിലിയാണ് സൊളാനം. അതുപോലെ തന്നെ സൊളാനം എന്ന് പറഞ്ഞ എന്താ പറയുക ജീനസ്. അതുപോലെ ഡെറ്റൂറ ആൻഡ് പെറ്റൂണിയ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ സംഭവം വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫെലിഡേ എന്ന് പറയുന്നത് നമ്മൾ പറയുക എന്നാൽ സിംഹവും കടുവേൻ്റെയും പൂച്ച എന്ന് പറയുന്നത് പൂച്ചസാർ എന്താണ്, സിംഹവും കടുവേൻ്റെ ഒക്കെ കുടുംബമാണെന്ന് പറയും. നമുക്ക് ഇതിൽ കിട്ടും രണ്ടിൻ്റെ ഫാമിലി സെയിം ആണ്. അത് ആ ഫാമിലിന്റെ പേരെന്താണ്, ഫെലിഡ. ഓക്കെ, ഫെലിഡേ ആണ് ആ ഫാമിലിന്റെ പേര്. ആ ഫാമിലിന്റെ പേരെന്താണ്, ഫെലിഡേ. ഓക്കെ, ഫെലിഡേ ആണ് ആ ഫാമിലിന്റെ പേര്. അതിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാന്തറ അതുപോലെ തന്നെ ഫെലിസ്, ഇത് രണ്ട് ജീനസ് ആണ്. ഓക്കെ, പാന്തറ ജീനസ് ഉണ്ട്, ഫെലിസ് ജീനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആനിമൽസിന്റെ ഫെലിഡേ നമ്മൾ പഠിച്ചു. ഫെലിഡേ എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചത് എന്താണ്, ഈ കാറ്റിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ എന്താ പറയാ സിംഹം, പുലി, ഇതിന്റെ ഒക്കെ ഫാമിലി അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കുടുംബത്തെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ മീംസിലും അതുപോലെ തന്നെ ഈ റീൽസിലും ഒക്കെ കാണുന്നതാണ് ഈ പൂച്ച സാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു മഞ്ഞ കളറിലെ പൂച്ച എല്ലാവരും തല്ലി താഴ്ത്തിടുന്നത്. ആ പൂച്ച നമ്മൾ പറയാം, പൂച്ച അതിന്റെ കമന്റിലൊക്കെ നമ്മൾ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, വെറുതെ അല്ല, അവൻ എന്താണ് സിംഹത്തിന്റെയും കടുവിന്റെ ഒക്കെ
ഒരേ കുടുംബമാണ്. ഇവന്റെ കുടുംബം ആണ് സിംഹം കടുവയൊക്കെ ഇവന്റെ കുടുംബത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞു. ഇവന്റെ ജീനസ് ആണെന്ന് ഒരിക്കലും പറയില്ല. അവിടെ നമ്മൾ ഒരിക്കലും കാണില്ല ഇവരൊക്കെ ഒരേ ജീനസിൽ പെട്ടതാണ്. ഇല്ല, ഒക്കെ രണ്ടുപേരും എന്താണ് ഒരേ കുടുംബത്തിൽപ്പെട്ടാണെന്ന് പറയും. ഇപ്പൊ നമ്മളെന്താ പറയുന്നത്, നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ പറയുന്നത് എന്താണ്, അത് തന്നെയാണ്, ഒരു കുടുംബത്തിലാണ്. ഫെലിഡേ എന്ന് പറഞ്ഞ കുടുംബത്തിലാണ്. ഫെലിഡേ, ഓക്കെ, ഫെലിഡേ ആണ്. അപ്പൊ ഫെലിഷ് അതുപോലെ തന്നെ പാന്തറ, ഇത് രണ്ടുതിലാണ്. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന പ്ലാന്റ്സിൽ ഒരു എക്സാമ്പിൾ സൊളനേസിയ. ഇപ്പൊ സൊളനേസിയയിൽ നമ്മൾ എന്താണ്, സൊളാന ഉണ്ട്, പെറ്റൂണിയ ഉണ്ട്, ടെറ്റൂർ ഉണ്ട്. ഇത് 3 ടൈപ്പാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന സൊളനേസിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സൊള്ളുക എന്ന് പറഞ്ഞ സംഭവം. ഈ പെൺകുട്ടികളായിട്ട് നമ്മൾ കുറെ നേരം ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ സൊള്ളുക എന്ന് പറയും. ഓക്കെ, ഈ സൊള്ളുന്നത് പല രീതികളിലുണ്ട്. ഇപ്പൊ സിമ്പിളായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ സൊല്ലാണ് നമ്മൾ എന്ത് പറയും, സൊളാനം. ഓക്കെ, സിമ്പിളായിട്ട് സൊളാനം. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് സൊല്ലിപ്പോവും. പെട്ടെന്ന് സൊല്ലാണ്. പെട്ടെന്ന് ഇപ്പോൾ വീട്ടുകാരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക, പെട്ടെന്ന് ഒന്ന് വിളിച്ചിട്ട് ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സൊള്ളലുണ്ട്. അതിനാൽ പെറ്റൂണിയ അവരെ പറ്റിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പെറ്റൂണിയാണ് പറ്റിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സൊള്ളി പോകുന്ന ആൾക്കാർ സൊള്ളാനാണ്. ഓക്കെ, മറ്റേ അല്ലെങ്കിൽ പെട്ടെന്ന് ആക്കുന്ന ആൾക്കാർ എന്താണ്, പറ്റിക്കുക അല്ലെങ്കിൽ പെറ്റൂണിയ അല്ലെങ്കിൽ പറ്റിക്കുക എന്ന് പറയാം. അങ്ങനത്തെ സൊള്ളലുണ്ട്. അതുപോലെ തന്നെ ഈ സൊള്ളി അവസാനം ഡേറ്റിംഗ് വരെ പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മളത് ഡെറ്റൂറ. ഓക്കെ, ഡെറ്റൂറ. ഓക്കെ, അപ്പൊ സൊളനേസിയയിൽ എന്തുണ്ട്, സൊളാന ഉണ്ട്, പെറ്റൂണിയ ഉണ്ട്, ഡെറ്റൂറ ഉണ്ട്. ഓക്കെ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന്റെ കേസിൽ ക്യാരക്ടേഴ്സ് ഓൺ ദ ബേസിസ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്. ഇപ്പോൾ പ്ലാന്റിന്റെ സ്പീഷീസ്, ഓരോ സ്പീഷീസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് എല്ലാം ഈ ക്യാരക്ടറൈസേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫാമിലി ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് എന്താണ്, വെജിറ്റേറ്റീവ് ഫേസ് സൊമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ് അതിന്റെ. ഓക്കെ, പെട്ടെന്ന് വളരുന്നു, വളരെ ലഷായിട്ട് വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന വെജിറ്റേറ്റീവ് ഫേസ് ആണ് ഉള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് ഫ്ലവർ ചെയ്യുന്നത്, അതൊക്കെ ഇതിൽ വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ വരും. റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിലാണ് അതെങ്ങനെയാണ് അതിനെ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സെൽഫിംഗ് ആണോ, സെൽഫ് പോളിനേഷൻ ആണോ, അല്ലെങ്കിൽ പോസ്റ്റ് പോളിനേഷൻ ആണോ, അതെങ്ങനെയാണ്, അതിന്റെ രീതികൾ എന്തൊക്കെയാണ്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ബേസിസിലാണ് നമ്മൾ ഓരോരുത്തരെ കുടുംബം നിശ്ചയിക്കുന്നത്. കുടുംബം എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് കിട്ടുന്ന സംഭവമല്ല. അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ അയാളെ കുറിച്ച് പഠിച്ച് അയാളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഓക്കെ കുടുംബത്തെ കയറ്റാൻ പറ്റിയ ഒരാളാന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുന്നത്, പ്ലാന്റ്സിൽ നമ്മൾ സൊളനേസിയ പറഞ്ഞു. ഓക്കെ, അതുപോലത്തെ ആനിമൽസിൽ നമ്മൾ ഫെലിഡേ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഡറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്യാരക്ടേഴ്സിന്റെ അഗ്രിഗേഷൻ തന്നെയാണ് നമ്മളെ ഹെറാർക്കി. ഈ ഓരോ സ്റ്റെപ്പുകൾ എന്താണ്, ഓരോ സിമിലർ ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി രണ്ട് തമ്മിൽ, ഒരു ജീനസ് തമ്മിൽ ഒരു സിമിലാരിറ്റി കാണുന്നല്ലോ. ഓക്കെ, രണ്ടും ഒരു ഫാമിലി ഇടുന്നു, ആ കുറച്ച് ഫാമിലികൾ നമ്മൾ എന്താ സിമിലാരിറ്റീസ് വരുന്നത് നമ്മൾ പറയും. ഓക്കെ, ഒരു ഓർഡറിലിടാം. അപ്പൊ ഈ ഓർഡറിൽ ചെറിയ സിമിലാരിറ്റീസ് കാണുന്ന നമ്മൾ എന്ത് പറയും, ഒരു ക്ലാസ്സിലിട്ടാം. അപ്പൊ അങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പം ഇതെന്താണ്, ക്യാരക്ടേഴ്സിന്റെ ഒരു അഗ്രിഗേഷൻ ആണ്. ക്യാരക്ടേഴ്സിന്റെ അഗ്രിഗേഷൻ ആണ്. അതുപോലെ തന്നെ അസംബ്ലൻസ് ഓഫ് ഫാമിലീസ്, കുറെ ഫാമിലികൾ കൂടി ചേർന്നിട്ടാണ് ഓർഡർ ഉണ്ടാകുന്നത്. ഓക്കെ, വിച്ച് എക്സിബിറ്റ് ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു സിമിലാരിറ്റീസ് കുറഞ്ഞാണ്. ഇപ്പോ സ്പീഷീസിന്റെ ഇടയിലുള്ള ഒരു സ്പീഷീസിന്റെ ഉള്ളില് കുറെ ജീവികളെ, അല്ലാതെ ഒരു സ്പീഷീസിനുള്ള ജീവികളായിട്ട് സിമിലാരിറ്റീസ് ഒരിക്കലും ഉണ്ടാവില്ല. രണ്ട് സ്പീഷീസുകൾ കൂടി ചെയ്യുന്നത്. ഓക്കെ, രണ്ട് സ്പീഷീസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് വളരെ ഡിഫറെന്റ് ആയിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അതൊരു ജീനസിലാണെങ്കിൽ ഇപ്പൊ മറ്റ് രണ്ട് ആ ജീനസിനുള്ളിലുള്ള സ്പീഷീസ് തമ്മിലുള്ള ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, കുറച്ചുകൂടി കുറയും. ആ ജീനസിൽ വരുന്നേരം കുറച്ചുകൂടി കുറയും. അത് പിന്നെ നമ്മളെ ഫാമിലിയിൽ വരുന്നേരം ആ സിമിലാരിറ്റീസ് എന്താണ്, രണ്ട് ജീനസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തായിരിക്കും പിന്നെയും കുറയും. പിന്നെ അത് ഫാമിലിയിൽ ഓർഡറിൽ വരുന്നേരം അപ്പൊ നമ്മൾ രണ്ട് സിമിലർ ആയിട്ടുള്ള ഫാമിലി നോക്കും.
ആ ഫാമിലിയിൽ നമ്മൾ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ആ സിമിലാരിറ്റീസ് ഇങ്ങനെ കുറഞ്ഞാണ് വരും. ഓക്കെ, ലെസ് ഇൻ നമ്പർ കമ്പയർ ടു ഡിഫറെന്റ് ജനറൽ ഇൻക്ലൂഡഡ് ഇൻ എ ഫാമിലി. ഓക്കെ, അതിന്റെ എന്താ പറയാ സിമിലാരിറ്റീസ് എന്തായിരിക്കും? സിമിലാരിറ്റീസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ, ഓർഡറിൽ വരുന്നത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലൻസ് ഓഫ് ഫാമിലീസ്, പല സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫാമിലീസിനെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഓർഡർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ അഗ്രിഗേറ്റ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സ് എന്താണ്? ക്യാരക്ടേഴ്സിന്റെ അഗ്രിഗേഷൻ ആണ് ശരിക്കും ഓർഡർ എന്നല്ല ഏതൊരു സംഭവം. സ്പീഷ്യസ് ആണെങ്കിലും ജീനസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സും ഓർഡറും ഒക്കെ എന്താണ്? ക്യാരക്ടേഴ്സിന്റെ അഗ്രിഗേഷൻസ് ആണ്. ഫാമിലികളിലെ കുറച്ച് ക്യാരക്ടേഴ്സ് അഗ്രിഗേറ്റ് ചെയ്യുന്നു, കുറച്ച് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഫാമിലികളിലാണ് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് ഓർഡർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് പോളിമോണിയൽസ്, അതുപോലെ തന്നെ കാർണിവോറ, രണ്ട് ഓർഡറാണ്. ഓക്കെ, പോളിമോണിയൽസ് എന്ന് പറഞ്ഞൊരു ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ കാർണിവോറ എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ട്. പോളിമോണിയൽസ് ഒരു ഓർഡറാണ്, അതുപോലെ തന്നെ കാർണിവോറ ഒരു ഓർഡറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പോളിമോണിയൽസ് എന്ന് പറഞ്ഞത് ഒരു ഓർഡറാണോ എന്ന് നമുക്ക് ഒരു ഡൗട്ട് വരുന്നത്, അല്ലെങ്കിൽ കാർണിവോർ ഒരു ഓർഡറാണോ? ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, എന്നാൽ ഏതാണ് ഇതിൽ ഓർഡർ എന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പോൾ കാർണിവോറ, ഫെറിഡേ, കാനിഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാവുക? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഓർഡർ അങ്ങനെ പോളിമോണിയൽസ്. ഓക്കെ, പോളിമോണിയൽസ് തന്നെ പേളിമാണി എന്നാണ് വിളിച്ചത്. പേളിമാണി ഇറങ്ങി ഓർഡറിന്റെ ശരിയാണ്. ഓക്കെ, ഇന്റർവ്യൂ കൊടുത്ത് ഫുള്ള് ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കാൻ പേളിമാണി പോകുന്നേരോ പേളിമാണി വേറൊരാളെ ഇന്റർവ്യൂ ചെയ്യുക, പക്ഷെ അയാൾ സംസാരിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പേളിമാണി സ്വയം സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഇപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അടിച്ചോടിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പേളിമാണി എന്ന് പറഞ്ഞാൽ പോളിമോണിയൽസ് ഓർഡറാണ്. അതുപോലെ തന്നെ കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ. ഇപ്പോൾ കാർണിവോറ നിങ്ങൾ ആലോചിക്കേണ്ടത് കാർന്ന് നിന്ന് എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളെ കാർന്ന് നിന്നാണ് നിങ്ങൾ എണീച്ച് ഓടില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ കാർണിവോറ ഒരു ഓർഡറാണ്, പോളിമോണിയൽസും ഓർഡറാണ്. പോളിമോണിയൽസിൽ എന്തുണ്ട്? ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പേളിമാണി സ്വയം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്വയം സംസാരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ വെറുപ്പിക്കുന്ന ആളെ നമ്മളെന്താ പറയും? അങ്ങനെ സൊല്ലുക എന്ന് പറയും. ഓക്കെ, അതിലുള്ള ആൾക്കാരാണ് എന്ത് സൊല്ലുക. ഒന്നുകിൽ പേളിമാണി എന്തായിരിക്കും? സൊല്ലിക്കൊണ്ടേയിരിക്കും, ഒന്നുകിൽ പേളിമാണി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഇന്റർവ്യൂവർ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു, എന്തെങ്കിലും ഒരു ആർഷായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേളിമാണി കൊണ്ടില്ല. അപ്പോൾ നമ്മളെന്താ പറയും? പേളിമാണിന്റെ ഒരു കോൺ എവിടെ പോയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, പേളിമാണിന്റെ ഒരു കോണ് തെറ്റിയിരിക്കുകയെന്ന് പറയും. അപ്പോൾ നമ്മൾ കോൺവോൾവുലേസി എന്ന് പറയും, കോൺവോൾവുലേസി. ഓക്കെ, പോളിമോണിയൽസിന്റെ ഓർഡറിലുള്ള രണ്ട് ഫാമിലിയാണ് സൊളനേസിയയും കോൺവോൾവുലേസിയും. ഓക്കെ, പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു കാർണിവോറ. കാർണിവോറ പറഞ്ഞാൽ കാർന്ന് നിന്ന സാധനത്തുകൾ ആണ് വിചാരിച്ചു. അപ്പൊ പട്ടിയും പൂച്ചയും കാർന്ന് നിന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ കാനിഡേ എന്ന് പറഞ്ഞത് നമ്മുടെ ഡോഗിന്റെ ഫാമിലിയാണ്. കനൈൻ എന്നൊക്കെ പറഞ്ഞാൽ കനൈൻ ഡോഗ്സ്. കനൈൻ എന്നൊക്കെ പറഞ്ഞതാണ് കാനിസ് എന്ന് പറഞ്ഞതാണ്. അതൊക്കെ എന്താണ്? പട്ടികളാണ്. ഓക്കെ, പട്ടികളുടെ ഫാമിലിയാണ്. ഓക്കെ, അതാണ് നമ്മൾ കാനിഡേ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഫെലിഡേ. ഇപ്പോ എന്തുകൊണ്ടാണ് ഈ ഫെലിഡേ എന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ഫെലിഡേ എന്ന് പറഞ്ഞപ്പോ നമ്മള് ഇപ്പോ ഇങ്ങനെ വെച്ചാൽ മതി, എലിയുടെ എഫ് വെട്ടിക്കഴിഞ്ഞാൽ എലീനെ കൊല്ലുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പൊ ഫെലിഡേ എലീനെ കൊല്ലുന്ന ആൾക്കാരാരാ? പൂച്ച വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് പൂച്ച വരുന്നുണ്ട് ആലോചിച്ചാൽ. അതുപോലെ തന്നെ ഫെലിഡേയില് നമ്മള് എന്താ പറയാ പാന്തറ എന്ന് പറഞ്ഞൊരു ജീനസ് വരുന്നുണ്ട്. അതിൽ ടൈഗറും അതുപോലെ തന്നെ ലൈനും ഒക്കെ വരുന്നുണ്ട്. അത് ഓർമ്മ വേണം. ഓക്കെ, പിന്നെ പറഞ്ഞത് അടുത്തത് ക്ലാസ് ആണ്. റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡർ, കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറുകളാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ക്ലാസ് എന്ന് പറയും. ഇപ്പൊ അല്ലെങ്കിൽ മെമേലിയ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, മമേലിയ എന്ന് പറഞ്ഞതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അത് മേമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അതുപോലെ തന്നെ മുലയൂട്ടി വളർത്താനും പറ്റുന്ന ജീവികളാണ് നമ്മൾ മാമൽസ് എന്ന് പറയും. അതിൽ നമ്മുടെ മനുഷ്യനും വരുന്നുണ്ട്. മനുഷ്യന്റെ ഓർഡർ ഏതാണ്? പ്രൈമേറ്റ് ആണ്. അതുപോലെ തന്നെ കാർണിവോറ എന്ന് പറയുന്നത് മറ്റുള്ള ജീവികൾ. എന്നാൽ ഫെലിഡേ, കാനിഡേ ഒക്കെ അതിൽ വരുന്നുണ്ട്. എന്നാൽ ടൈഗറും അതുകൊണ്ട് പൂച്ചയും പട്ടിയൊക്കെ വരുന്നത് കാർണിവോർ. അതുപോലെ തന്നെ നമ്മുടെ ഇതിനെ നമ്മളെന്താ പറയാ? പ്രൈമേറ്റാ. നമ്മുടെ ആയിട്ട് കുറച്ചുകൂടി
ലിങ്കുള്ള നമ്മളായിട്ട് വളരെ അടുത്ത ആൾക്കാരെ ആരൊക്കെയാണ്? ഗൊറില്ല ഉണ്ട്, കുരങ്ങുണ്ട്, ഗൊറില്ല ഉണ്ട്, അവിടെ ഗിബൺ ഉണ്ട്, ഇതൊക്കെ. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ഓർഡേഴ്സിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് മാമേലിയ, അതെന്താണ്, കാർണിവോറ ഉണ്ട്, പ്രൈമേറ്റ് ഉണ്ട്. ഓക്കെ, കാർണിവോറ ഉണ്ട്, പ്രൈമേറ്റ് ഉണ്ട്. പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ പ്രൈമേറ്റാണ്. മനുഷ്യന്റെ കോഡ് എന്താണ്, നമ്മളെ പ്രൈമേറ്റ് ആണ്. വി ഓൾ ആർ പ്രൈമേറ്റ്സ്. അപ്പൊ നമ്മൾ പ്രൈമേറ്റ്സ് ആണ്. പ്രൈമേറ്റ്സിലുള്ള എന്താണ്, നമ്മളായിട്ട് കുറച്ചുകൂടി അടുത്ത ആൾക്കാർ ആരാണ്? കുരങ്ങന്മാരുണ്ട്, ഗോറില്ലകളുണ്ട്, ചിമ്പാൻസികളുണ്ട്, ഒക്കെ പ്രൈമേറ്റ് ലെവലിൽ. അതൊക്കെ എന്താണ്, എന്താ പറയാ, പ്രസവിക്കുന്നതാണ്. അതുപോലെ തന്നെ മുലയൂട്ടി വളർത്തുന്ന ജീവികളാണ്. അപ്പൊ നമ്മളതിനെന്ന് പറയുന്നു മാമൽസ് എന്ന് പറയും. ഓക്കെ, മെമ്മറി ഗ്ലാൻഡ് ഉണ്ടായതുകൊണ്ടാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കാർണിവോറ. കാർണിവോറ എന്ന് പറയുന്നത് അതിൽ ടൈഗർ, കാറ്റ്, ഡോഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഏകദേശം പഠിച്ചു. ഇതിന്റെ കൂടെ തന്നെ പഠിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കൂടെ തന്നെ പഠിച്ചു പോവുക. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഫൈലം, അതുപോലെ തന്നെ ഡിവിഷൻ, കിങ്ഡം, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ നമ്മൾ ടാക്സിന് ഡിഫറെന്റ് ടാക്സ് ഉണ്ട് കുറച്ച്. ഇതുവരെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സ് ഒക്കെ, അതിന്റെ കാറ്റഗറീസ് ഒക്കെ നമ്മൾ എന്താ പറയുക, അതിന്റെ കുറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം. ഫൈലം എന്ന് പറഞ്ഞ സംഭവം ആനിമൽസിന്റെ കേസിലാണ് ഫൈലം. ഇപ്പോൾ ഇത് പ്ലാന്റ്സിന്റെ കേസിലാണ് എന്താ പറയുക, ഡിവിഷൻ. പ്ലാന്റ്സിന്റെ കേസിലാണ് ഡിവിഷൻ, ആനിമൽസ് ആണെങ്കിൽ ഫൈലം. ഈ ഫൈലം കോർഡാറ്റ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫൈലം കോർഡാറ്റ, കോർഡാറ്റ ഉണ്ട്. ഈ കോർഡാറ്റ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് നോട്ടോകോഡും അതുപോലെ തന്നെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം. എന്നാൽ നമ്മുടെ പിറകിൽ ഒരു ഹോളോ ന്യൂറൽ സിസ്റ്റം, ഒരു ന്യൂറൽ സിസ്റ്റം നമ്മുടെ എന്താ പറയുക, പുറം ഭാഗത്ത് ഒരു ന്യൂറൽ സിസ്റ്റം വരുന്നു, ഹോളോ ആയിട്ടുള്ള ന്യൂറൽ സിസ്റ്റം വരുന്നു. അതുപോലെ തന്നെ നോട്ടോകോഡ് ഉള്ള സാധനത്തിന് എല്ലാം നമ്മൾ കോർഡാറ്റ എന്ന് പറയാം. ഓക്കെ, ലാർജ് ഫൈലം, അതൊരു ഫൈലം കോർഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഫൈലം കോർഡാറ്റ എന്ന് പറയാം. അതിൽ ഫിഷ് വരുന്നുണ്ട്, ആംഫീബിയൻസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞാൽ ഫൈലം എന്ന് പറഞ്ഞത് ആനിമൽസിലാണ്. ഫൈലം ആനിമൽസിലാണ്. പ്ലാന്റ്സിൽ എന്താണ്, ഡിവിഷനാണ്. ഫൈലം ആനിമൽസിലാണ്, പ്ലാന്റ്സിൽ എന്താണ്, ഡിവിഷനാണ്. ഈ ഫൈലം കോർഡാറ്റ എന്ന് പറയുന്നത്, ഒരു കോർഡാറ്റ എന്ന ഒരു ഫൈലാണ്. ഈ ഫൈലം കോർഡാറ്റയ്ക്ക് എന്തുണ്ട്, നോട്ടോകോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡോർസൽ ഹോളോ, വെൻട്രൽ അല്ല, ഡോർസൽ ആണ്, പുറം സൈഡിലാണ്. ഡോർസൽ ഹോളോ ആണ്. ഓക്കെ, ഡോർസൽ ആണ്, ഹോളോ ആണ് ന്യൂറൽ സിസ്റ്റം. ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റമുള്ളതാണ് കോർഡാറ്റ. അതുപോലെ തന്നെ എന്തുണ്ട്, നോട്ടോകോഡ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്? ഫിഷ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഇതിലെല്ലാം നമ്മുടെ ഏതെല്ലാം പെടുന്നുണ്ട്, മീന് വരുന്നുണ്ട്. ഓക്കെ, ഫിഷ് വരുന്നുണ്ട്, ആംഫീബിയൻസ് വരുന്നുണ്ട്, റെപ്റ്റൈൽസ് വരുന്നുണ്ട്, ബേർഡ്സ് വരുന്നുണ്ട്, മാമൽസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് കിങ്ഡം. കിങ്ഡം എന്ന് പറഞ്ഞാൽ ഓൾ ആനിമൽസ് ബിലോങ് ടു വേരിയസ് ഫൈലം. വേരിയസ് ആയിട്ടുള്ള ഫൈലത്തിലുള്ള ഒക്കെ നമ്മുടെ കുറേ ഫൈലങ്ങൾ കൂടി ചേർന്നുണ്ട് കിങ്ഡം എന്ന് പറഞ്ഞ സംഭവമാണ്. അതിൽ നമ്മൾ പഠിക്കാനുള്ളത് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നതിൽ എല്ലാ പ്ലാന്റ്സും ഉണ്ട്. എല്ലാ പ്ലാന്റ്സിന്റെയും കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റ്. ഓക്കെ, എല്ലാ ആനിമൽസിന്റെയും കിങ്ഡം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, കിങ്ഡം അനിമാലിയ. ഓക്കെ, ഇപ്പൊ നമ്മൾ കാറ്റഗറീസ് പഠിച്ചു. കിങ്ഡം വരെയുള്ള കാറ്റഗറീസ്, ഫൈലം, കിങ്ഡം, ഫൈലം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, സബ് ഓർഡർ, സബ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സബ് കാറ്റഗറീസ് ഉണ്ട്. അതെന്തിനാണ്? കൂടുതൽ സയന്റിഫിക് പ്ലേസ്മെന്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് കൂടുതലായിട്ടുള്ള സയന്റിഫിക് പ്ലേസ്മെന്റ് ഓഫ് വേരിയസ് ടാക്സ. വേരിയസ് ടാക്സിന്റെ കൂടുതലായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, സബ് ഫൈലം ഉണ്ട്, അതുപോലെ തന്നെ സബ് ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്തുണ്ട്, സബ് ഫാമിലീസ് ഉണ്ട്. ഓരോ സബ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, സ്പീഷീസ് ടു കിങ്ഡം. സ്പീഷീസ് എന്നൊക്കെ നമ്മൾ കിങ്ഡത്തിലേക്ക് പോകുന്ന നേരം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അത് ഗോസ് ഓൺ ഡിക്രീസിങ്. കിങ്ഡത്തിലെത്തുന്ന നേരം അതിന്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. ലോവർ ടാക്സ എന്ന് പറഞ്ഞാൽ മോ ക്യാരക്ടേഴ്സ് മെമ്പേഴ്സ് വിത്തിൻ ദ ടാക്സോൺ ഷെയർ. ഒരു ടാക്സോണിന്റെ അകത്ത് ഏറ്റവും കുറഞ്ഞ ടാക്സ്, ഏറ്റവും ലോവർ ടാക്സ് എന്ന സ്പീഷീസ് ആണ് അല്ലേ. സ്പീഷീസ് ആണ് ഏറ്റവും ലോവർ ടാക്സ്. ആ ടാക്സിലുള്ള എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അതിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യും, അതിന്റെ ക്യാരക്ടേഴ്സ് വളരെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഏറ്റവും കുറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് ഷെയർ ആകുന്നുണ്ട്. അതുപോലെ സിമിലാരിറ്റീസും കൂടുതലാണ്. അതുകൊണ്ട് സ്പീഷ്യസ്റ്റിക് കിണ്ടത്തിൽ നമ്മൾ പോകുന്ന നേരം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. കിങ്ഡം അനിമേലിയ ആനിമൽസ് ആണ്. കിങ്ഡം പ്ലാന്റ്സ് ആണ്. കിങ്ഡം എന്ന് പറയുന്നത് ഓൾ ആനിമൽസ് ബിലോങ് ടു വേരിയസ് ഫൈലം. വേരിയസ് ഫൈലങ്ങൾ കൂടി ചേർന്നിട്ടാണ് കിങ്ഡം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫൈലം എന്ന് ആനിമൽസിൽ കോർഡാറ്റ എന്ന് പറയുന്നതാണ്. കോർഡാറ്റയിൽ എന്ത് നോട്ടോകോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉണ്ട്. ഈ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉള്ളതും നോട്ടോകോഡ് ഉള്ള ജീവികളിൽ നമ്മൾ കോർഡാറ്റ എന്ന് പറയും. കോർഡാറ്റേൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹയർ കാറ്റഗറീസ്. ഹയർ കാറ്റഗറി എന്നത് ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ആണ് സ്പീഷീസ്. പിന്നെ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ഡിവിഷൻ, കിങ്ഡം. ഓക്കെ. ഇപ്പോൾ ഹയർ കാറ്റഗറീസ് ഗ്രേറ്റർ ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് ടു അതർ ടെക്സ്റ്റ് അറ്റ് ദ സെയിം ലെവൽ. ഇപ്പോൾ മറ്റുള്ള ഈ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഹയർ കാറ്റഗറി, ക്ലാസ് അല്ലെങ്കിൽ ഫൈലം എന്ന് പറയുന്ന ഒരു ഹയർ കാറ്റഗറിയാണ്. ഓക്കെ. അതിലേപോലെ തന്നെ അതേ സെയിം ലെവലിലുള്ള ടാക്സ് ഉണ്ടാവും. ഒരേ ഫൈലം തന്നെ പല പല ഫൈലങ്ങൾ വരും. ആ ഫൈലത്തിന്റെ എന്താണ് റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ എന്താണ് വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ. ഗ്രേറ്റർ ഡിഫിക്കൽട്ടി ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേഷൻഷിപ്പ് ടു അതർ ടാക്സ് അറ്റ് ദ സെയിം ലെവൽ. ഇതൊക്കെ ഓരോ ടാക്സ് ആണ്. ഇപ്പോൾ ഓർഡർ എന്ന് പറയുന്ന ഒരു ഹയർ ടാക്സ് നമ്മൾ എടുത്തു. ഈ ഓർഡർ എന്ന ഹയർ ടാക്സ് അപ്പോൾ തന്നെ വേറൊരു ഓർഡർ വരുന്നു. ഇപ്പോൾ നമ്മൾ 4-5 ഓർഡറുകൾ നമ്മൾ എടുത്തു. അപ്പോൾ അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താവും? കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളിത് പഠിക്കണം. സ്പീഷീസ് ഏറ്റവും ചെറിയത് സ്പീഷീസ് ആണെന്ന് നമ്മൾ പഠിച്ചു. സ്പീഷീസുകൾ കൂടി ചേർന്ന ജീനസ് ഉണ്ടാകുന്ന പഠിച്ചു. പിന്നെ നമ്മൾ വന്നത് ഫാമിലി, ഓർഡർ ആൻഡ് ക്ലാസ്. ഓക്കെ. ഇപ്പം നമ്മൾ ഇത് പഠിക്കുന്നതിൽ സ്പീഷ്യസ്, ജീനസ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഫാമിലി, ഓർഡർ, ക്ലാസ്സിൻ്റെ ഈ ഓർഡർ മാറിപ്പോകും. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫൈലം കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ എന്നുള്ള എല്ലാവർക്കും അറിയാം. ഫൈലം അതുപോലെ തന്നെ ഡിവിഷൻ എന്ന് പറയുന്നതും അതിൻ്റെ നേരെ മുകളിൽ കിങ്ഡം ആണ്. ഇപ്പോൾ മാറിപ്പോകുന്നത് ഇവിടെയാണ്, ഫാമിലി, ക്ലാസ് ആൻഡ് ഓർഡർ. അപ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കേണ്ടത് FOC എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. ഒരു അല്ലെങ്കിൽ ഫോക്കൽ അല്ലെങ്കിൽ ഫോക്കൾച്ചർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ FOC എന്നാൽ FOC ആണ്. ഓക്കെ. സ്പീഷ്യസ്, ജീനസ്, FOC, ഫൈലം ആൻഡ് ഡിവിഷൻ. അല്ലെങ്കിൽ COFO അല്ലെങ്കിൽ കോഫോ അല്ലെങ്കിൽ ഫോക്കോ അല്ലെങ്കിൽ കോഫോ, ഇതിലേതോ ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ. COF അല്ലെങ്കിൽ FOC. ഫോസ് അല്ലെങ്കിൽ കോഫ് അല്ലെങ്കിൽ ഫോസ്. നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ഫോസ് എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് ചെറുതുന്ന മുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഫാമിലി, ഓർഡർ, ക്ലാസ്, FOC, ഫോസ്. ഓക്കെ. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ഡിവിഷൻ ഓർ കിങ്ഡം. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ കോമൺ നെയിമാണ്. നമ്മൾ കോമൺ നെയിം മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഹോമോസാപ്പിയൻസ് ആണ്. ഈ ഹോമോസാപ്പിയൻസിന് ഹോമോ എന്ന് പറഞ്ഞാൽ ജീനസ് ആണ്. ഇപ്പോൾ സാപ്പിയൻസ് എന്ന സ്പീഷ്യസ് ആണ് ഹോമോസാപ്പിയൻസിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹോമിനിഡേ. എന്നാൽ വീട്ടിൽ ഇപ്പോൾ ആലോചിച്ചാൽ മതി, മനുഷ്യന്മാർ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോമിൽ വരുന്ന ഹോമിനിഡേ. ഓക്കെ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ പ്രൈമേറ്റിലാണ്, എല്ലാ സാധനവും പ്രൈമേറ്റിലാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രൈമേറ്റിലാണ്. ഇപ്പോൾ മങ്കി അതുപോലെ തന്നെ ചിമ്പാൻസി ഒക്കെ പ്രൈമേറ്റ് ആണ്. അപ്പോൾ അതിന് ഓർഡർ എന്താണ്? പ്രൈമേറ്റ് ആണ്. ക്ലാസ് മാമൽസ് ആണ്. നമ്മൾ പറഞ്ഞു ക്ലാസ് മാമൽസ് എന്തുകൊണ്ടാണ്? കാരണം അതിന് മാമറി ഗ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്നത് എന്താണ്? മാമൽസ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ അവസാനം എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? നോട്ടോകോഡ് ഉണ്ട്. അതുപോലെ അതിൻ്റെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് കോർഡേറ്റയാണ്, ഫൈലം കോർഡേറ്റ. അപ്പോൾ കിങ്ഡം അനിമൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ മാൻ, ഹോമോസാപ്പിയൻസ്, ഹോമോ, ജീനസ്, സാപ്പിയൻസ്, സ്പീഷീസ്, ഫാമിലിയിൽ നിന്ന് ഹോമിനിഡേ. ഓക്കെ. ഹോമിനിഡേ എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഓർഡർ പ്രൈമേറ്റ് ആണ്. അതുപോലെ ക്ലാസ് മാമേലിയാണ്. പിന്നെ കോർഡേറ്റ. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ മസ്ക ഡൊമസ്റ്റിക്ക. ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നതാണ് നമ്മുടെ മസ്ക ഡൊമസ്റ്റിക്ക ആണ് ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് ആൻഡ് ഫൈലം ഇത് എല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ മസ്ക ഡൊമസ്റ്റിക്ക, ഹൗസ് ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക. ഹൗസ് ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക.
ജീനസ് എന്താണ്? മസ്ക. സ്പീഷ്യസ് ഡൊമസ്റ്റിക്ക. ഫാമിലി എന്താണെന്ന് വെച്ചാൽ മസിഡിയെ. ഓക്കെ, ഫാമിലി മസിഡിയെ. മസിഡേ അല്ലെങ്കിൽ മ്യൂസിഡേ. മസിഡേ എന്ന് പറയുന്നതാണ് ഫാമിലി. മസിഡേ. ഓക്കെ, മസിഡേ ഹൗസ് ഫ്ലൈൻ്റെ ഫാമിലി ആരാണ്? ഫാമിലി മസിഡേ ആണ്. മസിഡേ. ഓർഡർ എന്താണ്? ഡിപ്റ്ററ. എന്നാൽ നമ്മുടെ ഹൗസ് ഫ്ലൈ നമ്മുടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ഒരു കറീൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും ഇല്ലേ? ഈ പഴയ ഈച്ച എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഈച്ച എന്ന് പറഞ്ഞ സാധനം. ഈച്ചയല്ല, ഹൗസ് ഫ്ലൈ ഈച്ചയാണ്. ആ ഈച്ച നമ്മളെ ഇങ്ങനെ ഈ കറീൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടിച്ച് താത്തി കളയണം. അടിച്ചാണ്ട് കൊന്നാളെ അടിച്ച് താത്തി കളയുക, ഡിപ്പ് ചെയ്യുക. അടിച്ചതിനെ താത്തി കളയുക, അങ്ങനെ ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇൻസെക്റ്റ് എന്നുള്ളത് നമ്മുടെ ഹൗസ് ഫ്ലൈ ഡിപ്റ്ററയാണ്. ഒന്ന് ക്ലാസ് എന്താണ്? ഇൻസെക്റ്റാണ്. അതുപോലെ തന്നെ ഫൈലം ആർത്രോപോഡയാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഇൻസെക്റ്റിൻ്റെ ഫൈലം എന്താണ്? ആർത്രോപോഡയാണ്. ഇൻസെക്റ്റിൻ്റെ ഫൈലം ആർത്രോപോഡയാണ്. ഇൻസെക്റ്റിൻ്റെ ഫൈലം എന്താണ്? ആർത്രോപോഡയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഇൻസെക്റ്റിൻ്റെ ഫൈലം ആർത്രോപോഡ. അപ്പോൾ ഇൻസെക്റ്റ ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത് മസ്ക ഡൊമസ്റ്റിക്ക. ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക. മസ്ക എന്ന് പറയുന്നത് ജീനസ് ആണ്. മസ്ക എന്ന് പറയുന്നത് എന്താണ്? ജീനസ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് മസിഡേ. ഓക്കെ, ഫാമിലി മസിഡേ. ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഫ്ലൈൻ്റെ ഫാമിലി എന്താണ്? ഫാമിലി എന്താ വെച്ചാൽ മസിഡേ. ഓക്കെ, ഓർഡർ എന്താണ്? ഡിപ്റ്ററ. ഓക്കെ, ഓർഡർ ഡിപ്റ്ററ. ക്ലാസ് ഇൻസെക്റ്റ. പിന്നെ ഫൈലം ആർത്രോപോഡ. ഇപ്പോൾ ഹൗസ് ഫ്ലൈൻ്റെ ഫൈലം എന്താണെന്ന് വെച്ചാൽ ആർത്രോപോഡ. ഹൗസ് ഫ്ലൈൻ്റെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഇൻസെക്റ്റ. ഓക്കെ, ഹൗസ് ഫ്ലൈൻ്റെ ക്ലാസ് ഇൻസെക്റ്റ. ഹൗസ് ഫ്ലൈൻ്റെ ഓർഡർ എന്താണ്? ഡിപ്റ്ററ. ഹൗസ് ഫ്ലൈൻ്റെ ഓർഡർ ഡിപ്റ്ററ. ഹൗസ് ഫ്ലൈൻ്റെ ഫാമിലി മസിഡേ. ठीक है, മസിഡേ. അപ്പോൾ ഹൗസ് ഫ്ലൈൻ്റെ ജീനസ് മസ്ക. കാരണം അതിന് മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ നോക്കുകയാണെങ്കിൽ ഹോമോ സാപ്പിയൻസ് ആണ്. ജീനസ് എന്താണ്? ഹോമോ. സാപ്പിയൻസ് എന്താണ്? സ്പീഷ്യസ് ആണ്. ഓക്കെ, ഫാമിലി എന്താണ്? ഹൊമിനിഡേ. ഫാമിലി ഹൊമിനിഡേ ആണ്. ഓർഡർ എന്താണ്? പ്രൈമേറ്റ. ഓർഡർ പ്രൈമേറ്റ എന്നാണ് മനുഷ്യൻ്റെ ഓർഡർ പ്രൈമേറ്റ ആണ്. ക്ലാസ് എന്നാൽ മനുഷ്യൻ്റെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ മാമലിയ. മനുഷ്യൻ്റെ ക്ലാസ് മാമലിയാണ്. മനുഷ്യൻ്റെ ഫൈലം കോർഡേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹൗസ് ഫ്ലൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൗസ് ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം പറയാന്ന് പറഞ്ഞാൽ മസ്ക ഡൊമസ്റ്റിക്ക. എന്താണ്? മസ്ക ഡൊമസ്റ്റിക്ക. ജീനസ് എന്താണ്? മസ്ക. സ്പീഷ്യസ് എന്താണ്? ഡൊമസ്റ്റിക്ക. അപ്പോൾ മസിഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫാമിലിയാണ്. ഫാമിലിയാണ്. ഈ മസിഡേ, ഹൊമിനിഡേ എന്ന് പറഞ്ഞൊക്കെ ഫാമിലിയാണ്. അപ്പോൾ മസിഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഫ്ലൈൻ്റെ ഫാമിലിയാണ്. ഡിപ്റ്ററ എന്ന് പറയുന്നത് ഓർഡറാണ്. ഹൗസ് ഫ്ലൈൻ്റെ ഓർഡറാണ് ഡിപ്റ്ററ. ഓക്കെ, ഹൗസ് ഫ്ലൈൻ്റെ ഓർഡറാണ് ഡിപ്റ്ററ. ഹൗസ് ഫ്ലൈൻ്റെ ക്ലാസ് ആണ് ഇൻസെക്റ്റ. ഹൗസ് ഫ്ലൈൻ്റെ ഫൈലമാണ് ആർത്രോപോഡ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് മാംഗോ ആണ്. ഈ മാംഗോ ആണെങ്കിലും അല്ലെങ്കിൽ വീറ്റ് അതിലുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും നമ്മൾ ഫൈലം എന്ന് പറയുന്നത് ആൻജിയോസ്പെർമോ അല്ലെങ്കിൽ ജിംനോസ്പെർമോ വരുന്നത് അല്ലേ? ജിംനോസ്പെർം. അപ്പോൾ ഇതൊക്കെ ഈ പൂക്കൾ ഉണ്ടാകുന്ന നേരം നമ്മൾ എന്താ പറയുക? ആൻജിയോസ്പെർമാണ്. ആൻജിയോസ്പെർമിൽ എന്താണ്? പൂക്കളുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ പൂവ് കാണാം, മാംഗോയിലാണെങ്കിലും നമുക്ക് പൂവ് കാണാം. അപ്പോൾ രണ്ടും ആൻജിയോസ്പെർമാണ് ഫൈലം. ക്ലാസ് നിന്ന് നമുക്ക് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്നാണ് ക്ലാസ് വരുന്നത്. ഇപ്പോൾ ഈ മാങ്ങയൊക്കെ മുളച്ച് വരുന്നേരം നിങ്ങൾക്ക് കാണാം രണ്ട് ഒരു ഇതില്ലേ, മാങ്ങ മുളച്ച് വരുന്നത് അതിൻ്റെ ആ ഒരു വിത്തിൻ്റെ അകത്തുനിന്ന് ആദ്യം ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങിയിട്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് കോട്ടിലിഡൻസ് നമുക്ക് കാണാൻ കഴിയും. കോട്ടിലിഡൻ പോലെ എന്നാലും അതിന് നമ്മൾ കോട്ടിലിഡൻ തന്നെയാണ് പറയാം. അപ്പോൾ രണ്ട് ഫ്ലാപ്പ് ഡിസ്ക് പോലെ രണ്ട് സ്ഥലത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് അതിന് നടുവെന്നാണ് ഷൂട്ട് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മാംഗോ എന്ന് പറയുന്നത് ഡൈക്കോട്ടാണ്. അപ്പോൾ വീറ്റ് എന്ന് പറയുന്നതോ മോണോക്കോട്ടാണ്. ഇപ്പോൾ നേരെ ഇങ്ങനെ പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, ഒരു എന്താ പറയുക സെക്കൻഡറി ആയിട്ട് നമ്മൾ പറയില്ല, ഈ ബ്രാഞ്ചുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങൾ കൂടുതലും എന്താണ്? മോണോക്കോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീറ്റ് ആണെങ്കിൽ മോണോക്കോട്ടാണ്. ഇപ്പോൾ നമ്മൾ തെങ്ങ് ഒരു മോണോക്കോട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കവുങ്ങ് ഒരു മോണോക്കോട്ടാണ്. അതുപോലെ തന്നെ ബാംബൂ എന്ന് പറയുന്നത് മോണോക്കോട്ടാണ്. ഇതൊക്കെ മോണോക്കോട്ടിലിടാണ്. ഓക്കെ, ഇപ്പോൾ ഡൈക്കോട്ട് എന്ന സാധനത്തിൽ കൂടുതൽ ശാഖകളും ഒക്കെ വരുന്ന സാധനമാണ് ഡൈക്കോട്ട്. ഇപ്പോൾ മാംഗോയിൽ എന്തുണ്ട്? അങ്ങനെ ശാഖകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡൈക്കോട്ടാണ്. വീറ്റിൽ എന്തുണ്ട്? അങ്ങനത്തെ ശാഖകളൊന്നുമില്ല, അത് മോണോക്കോട്ടാണ്. രണ്ടിലും എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ടായത് രണ്ടും ആൻജിയോസ്പെർമാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് മാംഗോ എന്ന് പറയുന്നത്
മാഞ്ചിഫറ ഇൻഡിക്കയാണ് ഇതിൻ്റെ ബയോളജിക്കൽ നെയിം. ഇതിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ എന്ന് പറയുന്നത് എന്താണ്? മാഞ്ചിഫറ ആൻഡ് ഇൻഡിക്ക ഈസ് ദർ. മാഞ്ചിഫറ ഉണ്ട്. മാഞ്ചിഫറ എന്ന് പറയുന്നത് എന്താണ്? ജീനസ് ആണ്. ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? സ്പീഷീസ് ആണ്. ജീനസ് ആൻഡ് സ്പീഷീസ്. ഓക്കെ, മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസ് ആണ്. ഇതിവിടെ തെറ്റാണ് കേട്ടോ, ഇതിവിടെ തെറ്റാണ്. മാഞ്ചിഫറയാണ് ഇതിൻ്റെ ജീനസ്. ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? സ്പീഷീസ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഇതിൻ്റെ അനകാർഡിയേസി ആണ്. അനകാർഡിയേസി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ആന മാങ്ങ ഏറ്റവും കൂടുതൽ തിന്നുന്ന ജീവി, മാങ്ങ ഭയങ്കര ഇഷ്ടമുള്ള ജീവി എന്ന് വെച്ചാൽ ആനയാന്ന് പറഞ്ഞാൽ, ആന എങ്ങനെയാണ് മാങ്ങ തിന്നുക എന്നുള്ളത്. എങ്ങനെയാണ് തിന്നുക? ആന നിലത്തിട്ട് ചവിട്ടി സൂപ്പ് പോലെയാക്കും. അപ്പോൾ സാപ്പിൻറ്റേൽസ് ആണ്. ഓക്കെ, ആന ചവിട്ടി സൂപ്പ് പോലെയാക്കും. ഓക്കെ, ആന എങ്ങനെയാണ് സാപ്പ് അതിൻ്റെ സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് തന്നു. ഓക്കെ, പിന്നെയാണ് ഡൈക്കോട്ട് എന്ന് പറയുന്ന സംഭവം ക്ലാസ് ആണ്. ഡൈക്കോട്ടും മോണോക്കോട്ടും ക്ലാസ് ആണ്. ഫൈലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പ്ലാന്റ്സ് ആയതുകൊണ്ട് നമ്മൾ ഡിവിഷൻ എന്ന് പറയും. ഡിവിഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേം ആണോ ജിംനോസ്പേം ആണോ, അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ച് ഫ്ലവർ പ്രൊഡക്ഷൻ വരുന്നുണ്ടോ, അപ്പോൾ ആൻജിയോസ്പേം ആണ്. ഫ്ലവർ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ജിംനോസ്പേം ആണ്. അപ്പോൾ ഡൈക്കോട്ടും മോണോക്കോട്ടും എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? മാംഗോ നമ്മൾ പറഞ്ഞു അനകാർഡിയേസി ആണ്. മാംഗോൻ്റെ സയൻറ്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക. ഇന്ത്യയിലാണ് അതിൻ്റെ ഒറിജിൻ വരുന്നതുകൊണ്ടാണ് മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പോൾ മാംഗോൻ്റെ അനകാർഡിയേസി, ആന തിന്നുന്നു, അതിനെ ചവിട്ടി അരച്ച് സാപ്പ് പോലെ സൂപ്പ് ഉണ്ടാക്കി തന്നു, സാപ്പിൻറ്റേൽസ്. അപ്പോൾ വീറ്റ് എന്ന് പറയുന്നത് ട്രിറ്റിക്കം എസ്റ്റിവം അതാണ് വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം. അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ട്രിറ്റിക്കം എസ്റ്റിവം ആണ്. ഇപ്പോൾ ട്രിറ്റിക്കം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ജീനസ് ആണ്. എസ്റ്റിവം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഇപ്പോൾ ഇതൊക്കെ എന്താണ്? ട്രിറ്റിക്കം, അതുപോലെ തന്നെ ഈ വീറ്റ് റൈസ് ഒക്കെ എന്താണ്? പുല്ലുകളാണ് അല്ലേ? അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ അതൊക്കെ പുല്ലാണ്. അപ്പോൾ പുല്ലിൻ്റെ ഫാമിലി പൊയേസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുല്ല് പോയി എന്ന് പറയില്ലേ? ചില ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ട് പോകുന്നിട്ട് നമ്മൾ ആ പുല്ല് പോയി എന്ന് പറയും. അപ്പോൾ പോയേസിയെ പോയില്ലേന്ന് വെച്ചാൽ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ പൊയേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുല്ല് പോയി. ഓക്കെ, ആ പുല്ല് അങ്ങോട്ട് പോയി എന്നല്ല, പുല്ല് വർഗത്തിൽപ്പെട്ട സാധനങ്ങൾ. ഇപ്പോൾ വീറ്റ് ഒരു പുല്ലാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. വീറ്റ് റൈസ് ഒക്കെ ഒരു പുല്ല് വർഗത്തിൽപ്പെട്ട സാധനങ്ങളല്ലേ. അപ്പോൾ അതെന്താണ്? പുല്ലിൻ്റെ ഫാമിലി എന്താണെന്ന് വെച്ചാൽ പൊയേസി. അതിൻ്റെ ഓർഡർ പോയേൽസ് ആണ്. ഈ ഏൽസ് വരുന്നുണ്ടെങ്കിൽ ഏൽസ് എന്ന സംഭവം ഓർഡറിലാണ് വരുന്നത്. പോയേൽസ് ആണ് ഓർഡറാണ് പോയേൽസ്. പിന്നെ അത് മോണോക്കോട്ടാണോ ഡൈക്കോട്ടാണോ ഇതിൻ്റെ ക്ലാസ് ആണ് മോണോക്കോട്ടും ഡൈക്കോട്ടും. ഫൈലം എന്ന് പറയുന്നത് ആൻജിയോസ്പേം ആണോ ജിംനോസ്പേം ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസും നമ്മൾ കൂടുതൽ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പക്ഷേ ഇത് മുഴുവൻ ഞാൻ ട്രിക്സ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിക്സ് പഠിക്കാൻ സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുക, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നവരെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ സംഭവം മനസ്സിലായിട്ടില്ല, അപ്പോൾ അങ്ങനത്തെ എന്താണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അപ്പോൾ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ഒരു 300-400 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ചെയ്യും. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു നീറ്റ് ബേസിലുള്ള സംഭവമാണ് ഞാനിത് പറഞ്ഞു തന്നത്. പക്ഷെ നമ്മൾ എയിംസ് എന്ന് പറഞ്ഞ ഒരു എക്സാമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നേരം നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പോരാ. അപ്പോൾ ഞാൻ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും എന്താ പറയുക, നമുക്കൊരു ബുക്കുണ്ട് ട്രൂമാൻ്റെ ഒരു ബുക്കുണ്ട്, ട്രൂമാൻസ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ട്രൂമാൻസ് ബയോളജി എന്ന് പറഞ്ഞത്. അത് നമുക്ക് നീറ്റിനും വേണം. നീറ്റിനും അതുപോലെ തന്നെ മെയിനായിട്ട് അത് എയിംസ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, മെയിനായിട്ട് അത് എന്താണ് നമ്മൾ വരുന്ന എയിംസ് ഓറിയൻറ്റഡ് ആണ്. അങ്ങനത്തെ ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ട് എയിംസിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കാരണം ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ കംപ്ലീറ്റ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻഡെപ്ത് നോളജ് എന്നാൽ NCERT ബേസ്ഡ് നോളജ് മുഴുവൻ ഞാൻ പറഞ്ഞു. ഇനി ബാക്കി വേണ്ടത് എന്താണ്? എയിംസ് ബേസ്ഡ് നോളജ് കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഏകദേശം കുറച്ചൊരു 300-400 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക്
ഒക്കെയാണ് ഇന്നത്തേക്കുള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക, നല്ല കൃത്യമായ രീതിയിൽ ഈ തിയറും കാര്യങ്ങളൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. സ്വയം നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ എന്നാലും ശരി, താങ്ക് യു വെരി മച്ച്.